നമുക്കിനി ഒന്ന് എറണാകുളത്തേക്കൊന്ന് പോകാം. എറണാകുളം പെരുമ്പാവൂർ വാഴക്കുളം മാറമ്പള്ളി MES കോളേജിലെ ക്രിസ്മസ് ആഘോഷത്തിനിടെ വാഹനങ്ങൾക്ക് മുകളിലിരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയതിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. അങ്ങനെ തന്നെ വേണം. രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുമുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു. പെട്ടു. കോളേജ് കോമ്പൗണ്ടിന് പുറത്തു വെച്ചായിരുന്നു അഭ്യാസ പ്രകടനങ്ങൾ. നമുക്ക് ആദ്യം അഭ്യാസ പ്രകടനങ്ങളൊന്ന് കണ്ടുവരാം. എത്ര തവണ പറഞ്ഞാലും നമ്മുടെ വിദ്യാർത്ഥികൾ കേൾക്കാത്തൊരു കാര്യമാണ്. മാറമ്പള്ളി MES കോളേജ് പെരുമ്പാവൂരിലെ ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ കോളേജിൻ്റെ ഗേറ്റിന് പുറത്ത് നടത്തിയ അഭ്യാസ പ്രകടനത്തിൻ്റെ കാഴ്ചയാണ്. ആ വണ്ടിയിൽ ഇനി ടയറിൽ ഒഴിച്ച് ബാക്കി ഒരു സ്ഥലവുമില്ല. ഇതും എടുത്ത് റീലാക്കും മനുഷ്യൻ. എന്തായാലും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നടപടിയുമായിട്ട് വന്നു. വാഹനങ്ങളുടെ എല്ലാം അത് ശരി, ഒന്നല്ല ഒന്നിലധികം വാഹനങ്ങളുണ്ട്. ഇവരെയൊക്കെ പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സ്വാതന്ത്ര്യ വിഭജനം നടന്ന കാലത്ത് ജനിക്കേണ്ടിയിരുന്നവരാണ്. തീവണ്ടിയുടെയൊക്കെ മുകളിലിരുന്ന് പോകുന്നതൊക്കെ എടുത്ത് അന്നുണ്ടായിരുന്നെങ്കിൽ എടുത്ത് റീലിട്ടേ. അർജുൻ മട്ടന്നൂർ നമുക്കിപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, എന്ത് കാഴ്ചയാണ് അർജുൻ മട്ടന്നൂർ നമ്മൾ ഈ കാണുന്നത്? എത്ര തവണ നമ്മൾ പറഞ്ഞു, എത്ര തവണ നമ്മൾ ആളുകളോട് പറഞ്ഞു, ഇതൊന്നും ചില കുട്ടികൾ കേൾക്കുന്നില്ല. എന്തായാലും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു അർജുൻ മട്ടന്നൂർ. മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനങ്ങളുടെ മുഴുവൻ ജാതകവും എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. പല വണ്ടിയും ഇപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനങ്ങളാണെന്ന് മനസ്സിലാക്കി. നല്ല പണിയാണോ വരാൻ പോകുന്നത് അർജുൻ മട്ടന്നൂർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പലതവണ പറഞ്ഞിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ കോളേജിനകത്തും പുറത്തും ഇത്തരത്തിൽ വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം തുടരുകയാണ്. മാത്രവുമല്ല നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്ത വാഹനങ്ങളടക്കം ഉപയോഗിക്കുകയാണ്. ഇപ്പോഴുണ്ടായ സംഭവം കഴിഞ്ഞ ദിവസം ഈ പെരുമ്പാവൂരിനടുത്തുള്ള വാഴക്കുളം മാറമ്പള്ളി MES കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയതാണ്. ഈ കോളേജിന് പുറത്തുള്ള ചെറിയ വഴികളിലൂടെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ വാഹനത്തിന് മുകളിലിരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയത്. ഒന്നല്ല, നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ പലതും നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്ത വാഹനങ്ങളാണ് എന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു പൊതുശല്യമായതോടെ നാട്ടുകാർ തന്നെയാണ് ഈ ദൃശ്യങ്ങളടക്കം എടുത്ത് മോട്ടോർ വാഹന വകുപ്പിന് അയച്ചു നൽകിയത്. തുടർന്നാണ് ഉടൻ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും 3 വാഹനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. മറ്റ് വാഹനങ്ങളും പോലീസ് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പല വാഹനങ്ങളും ഈ വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയും ഒക്കെ തന്നെ വാഹനങ്ങളാണ്. ആഘോഷത്തിന്റെ ഭാഗമായി അവർ ആ വാഹനം വാങ്ങുകയും അത്തരത്തിൽ അതിന് മുകളിൽ കയറിയിരുന്ന അഭ്യാസ പ്രകടനം നടത്തുകയുമായിരുന്നു. അവിടെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ചില സാധാരണക്കാരുടെ വാഹനങ്ങൾ അതുവഴി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഈ അഭ്യാസ പ്രകടനം കാരണം അവിടെ ഗതാഗത ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല ഈ അഭ്യാസ പ്രകടനം നടത്തിയ വാഹനങ്ങളിൽ ചിലതിൽ അത് രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളാണ് എന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് ഇപ്പോൾ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ നോട്ടീസ് നൽകുന്നുണ്ട്. മറ്റ് നടപടിയിലേക്കും ഉടൻ കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് കാലത്തും ന്യൂ ഇയറിനൊക്കെ തന്നെ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യം ഇത്തവണയും ആവർത്തിക്കുകയാണ്. അരുൺകുമാർ, ഒരു പ്രേക്ഷകർ എഴുതുന്നു, അർജുൻ മട്ടന്നൂർ, ND ന്യൂസ് നെറ്റ്വർക്ക്, ഇവർ മാറമ്പള്ളിയിലെ മനോരോഗികളാണ് സർ എന്നാണ് ഒരു പ്രേക്ഷകൻ എഴുതുന്നത്. എന്തായാലും ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വണ്ടിയുടെ മുകളിലേക്ക് ഇരിക്കുന്ന ആൾ വിവരിക്കുന്നത് ഞാൻ ഗബ്ബർ സിംഗ് ആണ് എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഒരു കാര്യമില്ല. നാട്ടുകാരെന്തായാലും ഇതൊക്കെ എന്താ പറയല്ലേ. മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തിട്ടുണ്ട്. അതിൽ പല വാഹനങ്ങളും RC അടക്കം കഴിഞ്ഞതാണ്. പലതിനും പൊല്യൂഷൻ ഇല്ല. എന്തായാലും മുഴുവൻ ജാതകവും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നു. ശക്തമായ പിഴ അടച്ചു കൊടുക്കണം. രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുഞ്ഞുങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ക്യാമ്പസിനുള്ളിൽ ചട്ടപ്രകാരം തന്നെ നടത്താൻ പറയണം. പല അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവർക്കിതൊന്നും അറിയണമെന്നില്ല. അവർ ആവേശത്തിനെടുത്തൊക്കെ ചാടുന്നതാണ്. പിന്നെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ശ്രദ്ധയ്ക്ക് ഇതൊക്കെയാണ് പുറത്ത് കാണിച്ചു കൂട്ടുന്നത് എന്ന് നിങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാവണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.